നമസ്കാരം, ഇത് IBN മലയാളം. ഏവരും ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് സന്തോഷവും സമാധാനവും നിറഞ്ഞ ജീവിതമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ സന്തോഷമില്ലെന്നാണ് കണക്കുകൾ പറയുന്നത്. ഇപ്പോൾ വന്ന കണക്കനുസരിച്ച് ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യക്ക് 118 സ്ഥാനം. 147 രാജ്യങ്ങളുടെ പട്ടികയിലാണിത്. ഏറ്റവും വലിയ രസം ഇതൊന്നുമല്ല, നമ്മുടെ പാകിസ്ഥാൻ ഇന്ത്യക്ക് മുന്നിലാണ് സന്തോഷ സൂചികയിൽ. അല്ലേലും ഒരു ജനാധിപത്യ രാജ്യത്ത് സ്വന്തമായി ഉണ്ടാക്കുന്ന ബോംബ് കൊണ്ട് മറ്റുള്ളവരെ കൊല്ലാൻ പോലും അവകാശമില്ലാത്ത നാടിന് എന്ത് സന്തോഷം കിട്ടാനാണല്ലേ? അതൊക്കെ നമ്മുടെ പാകിസ്ഥാൻ. എന്തോ ഒരു സന്തോഷമാണ് അവിടെ. അല്ലേലും പട്ടിണിയുള്ളവർക്ക് 5 കിലോ ആട്ട കിട്ടിയാൽ പിന്നെ അവർക്ക് എങ്ങനെയാ സന്തോഷിക്കാതിരിക്കുന്നത്? അവർ സന്തോഷിക്കട്ടെ. ഇനി പറയാൻ പോകുന്ന കണക്കാണ് ഏറ്റവും വലിയ തമാശ. എങ്ങനെയാണ് ഈ സൂചിക അളക്കുന്നതെന്ന് അറിയാമോ? അറിയത്തില്ലെങ്കിൽ പറഞ്ഞു തരാം. 6 ഘടകങ്ങളാണ് പ്രധാനമായും സന്തോഷം അളക്കാനായി ഇവർ ഉപയോഗിക്കുന്നത്. GDP പെർ ക്യാപിറ്റയാണ് ആദ്യത്തെ ഘടകം. $2,940 പ്രതിശീർഷ വരുമാനമുള്ള ഇന്ത്യ എങ്ങനെയാണ് $1,365 പ്രതിശീർഷ വരുമാനമുള്ള പാകിസ്ഥാനും 1,300 പ്രതിശീർഷ വരുമാനമുള്ള നേപ്പാളിനും താഴെ പോയതെന്ന് ഒരു പിടിയില്ല. പാകിസ്ഥാന്റെ ഹാപ്പിനെസ് ഇൻഡെക്സ് റാങ്കിങ് 108-മതും നേപ്പാളിൻ്റേത് 92-മാണ്. രണ്ടാമത്തെ ഘടകം ആയുർദൈർഘ്യമാണ്. 68 വയസ്സാണ് ഇന്ത്യയിലെ ഒരു പൗരന്റെ ആയുർദൈർഘ്യം. പാകിസ്ഥാനിലത് 66-ആണേ. അപ്പോഴും പാകിസ്ഥാൻ പട്ടികയിൽ മുന്നിലാണ്. സ്വാതന്ത്ര്യമാണ് മൂന്നാമത്തെ ഘടകം. ഇത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കണക്കിലെടുത്തിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഇന്ത്യയിൽ ഒരു വ്യക്തിക്ക് അവനിഷ്ടമുള്ള നിയമപരമായ എന്തിനും അനുവാദമുണ്ട്. എന്നിരുന്നാലും അത് ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യമായാണ് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. 140 കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ ഇത് എങ്ങനെയാണ് കണക്ക് കൂട്ടിയതെന്നും എന്തൊക്കെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമാണ് ഉദ്ദേശിച്ചതെന്നും എനിക്ക് വ്യക്തമല്ല. അഴിമതിയാണ് നാലാമത്തെ ഘടകം. 11 വർഷത്തിനിടയിൽ കേന്ദ്ര സർക്കാരിനെയോ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ പറ്റി യാതൊരുവിധ അഴിമതി ആരോപണങ്ങളും ഉന്നയിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. കർണാടകയിലും ഗുജറാത്തിലും ആരോപണം ഉയർന്നിരുന്നുവെങ്കിലും അത് വെള്ളത്തിൽ വരച്ച വര പോലെ പോവുകയും ചെയ്തിരുന്നു. 2014 വരെയുള്ള കാലഘട്ടം നോക്കുമ്പോൾ അഴിമതിയുടെ കാര്യത്തിൽ വലിയ ശതമാനം കുറവ് വന്നിട്ടുണ്ട് എന്നത് നിസ്തർക്കമാണ്. എന്ന് മാത്രമല്ല, അഴിമതി സൂചികയിൽ 135-മത് കിടക്കുന്ന പാകിസ്ഥാൻ 92-മത് കിടക്കുന്ന ഇന്ത്യയെ എങ്ങനെ മറികടന്നു എന്നതും ഒരു ചോദ്യമാണ്. 121-ൽ കിടക്കുന്ന ശ്രീലങ്കയും 107-ൽ കിടക്കുന്ന നേപ്പാളും ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യക്ക് മുന്നിലാണ്. സോഷ്യൽ സപ്പോർട്ടാണ് അടുത്ത ഘടകം. സഹജീവികൾക്ക് കൊടുക്കുന്ന മാനസിക സാമ്പത്തിക പിന്തുണയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാമ്പത്തിക ബാധ്യതയുള്ള ഒരാളെ സഹായിക്കുക, അയാളുടെ പ്രശ്നങ്ങൾ കേൾക്കുക എന്നിവയാണ് ഇതിൻ്റെ മാനദണ്ഡം. ഇതും എങ്ങനെയാണ് കണക്ക് കൂട്ടിയിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. വലിയ കുടുംബവും സുഹൃത്ത് വലയങ്ങളും ഇഴകി ജീവിക്കുന്ന ഇന്ത്യക്കാർക്ക് ആരുമില്ല എന്നതാണ് അവസ്ഥയെങ്കിൽ ഗൈസ്, ഐ ആം സ്പീച്ച്ലെസ്. 6-മത്തെയും ഏറ്റവും കോമഡിയുമായിട്ടുള്ള ഒന്നാണ് ജനറോസിറ്റി, അതായത് ദാനം ചെയ്യാനുള്ള ശേഷി. നിങ്ങളുടെ ശമ്പളത്തിൽ നിന്നും നിങ്ങൾ എത്രമാത്രം ചാരിറ്റിക്ക് വേണ്ടി നൽകുന്നു എന്നതാണ് ഈ ഘടകം. കൂടുതൽ സംഭാവന കൊടുക്കാൻ കഴിയുന്നവൻ കൂടുതൽ സന്തുഷ്ടനാണ് എന്നാണ് ഇതിൻ്റെ പിന്നിലെ യുക്തി. ഇതെങ്ങനെയാണ് സന്തോഷം നിർണ്ണയിക്കാനുള്ള ഒരു ഘടകമായതെന്ന് പോലും അറിയില്ല. ഈ 6 ഘടകങ്ങൾ നോക്കൂ. റോ ഡേറ്റ ലഭ്യമായിട്ടുള്ള, അതായത് ഊഹാപോഹമല്ലാത്ത കൃത്യമായ വിവരങ്ങൾ ലഭ്യമായിട്ടുള്ള 3 മാനദണ്ഡങ്ങളിൽ നമ്മൾ നമുക്ക് മുന്നിലുള്ള പല രാജ്യങ്ങളെക്കാളും മെച്ചപ്പെട്ട പ്രകടനമാണ്. GDP പെർ ക്യാപിറ്റ, ആയുർദൈർഘ്യം, അഴിമതി സൂചിക എന്നിവയിൽ നമ്മൾ മുന്നിൽ ആയിരുന്നിട്ടും ഡേറ്റകളില്ലാത്ത കൃത്യമായ ഊഹാപോഹവും ദാനശീലവും ഒക്കെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ പട്ടികയിൽ പിന്നിലായത്. സർവേക്കെടുത്ത സാമ്പിളാണ് കിടിലൻ. വിശപ്പ് സൂചികയ്ക്കായി എടുത്തത് 4000 പേരുടെ സാമ്പിളാണെങ്കിൽ ഹാപ്പിനെസ് ഇൻഡെക്സിന് എടുത്തിരിക്കുന്നത് 140 കോടി ജനങ്ങളിൽ നിന്ന് 3000 പേരെയാണ്. എന്താ അല്ലേ? പാകിസ്ഥാൻ സന്തോഷിക്കുകയാണ് ഗൈസ്. സന്തോഷം കൊണ്ട് ആറാടുകയാണ്. ന്യൂസ് ഡെസ്ക് IBN മലയാളം.